നിങ്ങൾ ഈ കാണുന്ന കാഴ്ച സംഭവം മനസ്സിലായോ? അതായത് തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുന്നിൽ കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിലൂടെ കെട്ടിടത്തിൻ്റെ മുകളിൽ മേൽക്കൂര വന്ന് വീണ കാഴ്ചനെ കാണണേ. അത് വീണ സംഭവം ഉണ്ടോ? നമ്മൾ ഈ മേൽക്കൂര എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അടിയിൽ നിന്ന് നോക്കി കാണുമ്പോൾ നമുക്കിത് സാരമല്ലെന്ന് തോന്നും. ഒരിക്കലും അല്ല, ഒരു വലിയ മേൽക്കൂര അത് വന്ന് വീണ സംഗതി നോക്കി ആ വന്ന് വീണതിന് തൊട്ട് മുൻപായിട്ടാണ് ഒരു ഓട്ടോറിക്ഷ പോകുന്നത്. അതിൻ്റെ പിറകിൽ മറ്റൊരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഈ മഴ പെയ്ത് തുടങ്ങിയത് കൊണ്ടാണ് ഈ പറയുന്ന ഇരുചക്ര വാഹനങ്ങളൊക്കെ മഴ വന്നുകൊണ്ട് തൊട്ടടുത്ത കടകളിലൊക്കെ കയറി പറഞ്ഞിട്ട് വലിയ ദുരന്തം മാറിപ്പോയി. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മേയറുടെ ഒരു ഡയലോഗ് ശ്രദ്ധിച്ചു. മേയർ എന്താ പറയണേ? ഇത് യാഥാർത്ഥ്യമായിട്ട് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം വലിയൊരു കാറ്റ്, നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇതുപോലൊരു കാറ്റ്. ആ കാറ്റ് പിടിച്ചതോടു കൂടിയാണ് ഇത് പൊന്തി ഇങ്ങനെ വന്ന് കിടക്കുന്നത്. മുമ്പ് ഞങ്ങൾ പല പ്രാവശ്യം പരിശോധിച്ചപ്പോഴും ഇങ്ങനൊരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇത് ഇനി വരുന്ന കാലവർഷം തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം മാത്രമല്ല, ഈ പ്രാവശ്യത്തെ കാലവർഷം കാറ്റോട് കൂടി ആയിരിക്കും എന്നുള്ളൊരു സൂചനയും കൂടിയാണ്. ഇത്തവണത്തെ കാലവർഷം വലിയ കാറ്റോട് കൂടി ഉള്ളതായിരിക്കും വരവറിയിച്ചേക്കണെന്ന്. എന്താണ് സുഹൃത്തെ, എന്താണ് മേയർ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിസ്സാര കോർപ്പറേഷനാണോ? ആ കോർപ്പറേഷന് അതിൻ്റെതായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളും കടമകളില്ലേ? ഇത് വീണ് കഴിഞ്ഞിട്ട് പഠിക്കാൻ പോണ കടമല്ലേ? നിങ്ങളെ ഈ സംഭവം ഇവിടുത്തെ വ്യാപാരികൾ നിങ്ങൾ അറിയിച്ചിരുന്ന സംഭവമല്ലേ? എന്തോ ഒലക്കയുടെ മൂടാണ് എൻ്റെ സാറേ നിങ്ങൾ നോക്കിക്കൊണ്ട് കുത്തിരുന്നത്. ആ സാധനം വീണ് ആ ആളുകൾ മുഴുവനും മരിക്കേണ്ട ഒരു സ്ഥിതി വന്നിരുന്നില്ല. ഒന്നും പറ്റില്ല. ഇപ്പം ഞെളിഞ്ഞ് എന്നിട്ട് ഈ ഡയലോഗ് പറഞ്ഞിട്ട് എന്ത് കാര്യം? കൃത്യമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളത് ശ്രദ്ധയപ്പെടുത്തിയിരുന്നല്ലേ? അത് ആ മേൽക്കൂരയുടെ ഒരു കാല് ശരിക്കും തൂങ്ങിക്കിടക്കുന്നത് ഫോട്ടോയിൽ തന്നെ കൃത്യമായിട്ട് കാണാം. അത് പിന്നെ മറച്ചു വെച്ചിരുന്നത് ആരാ? അതാരാണ് അർത്ഥം മാറ്റിയത്? ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഴ്ച തന്നെയാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് വന്ന വലിയ വീഴ്ച. ഈ മഴക്കാലം തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നില്ല. അത് വെറുതെ തമാശയ്ക്ക് വിടുന്നത് നല്ലത്. ആ സമയത്ത് തദ്ദേശ ഭരണ സംവിധാനങ്ങൾ എടുക്കേണ്ട ചില പ്രിക്കോഷൻസ് ഉണ്ട്. എന്തൊക്കെ പ്രിക്കോഷൻസ്? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെയൊക്കെ പട്ടണത്തിന്റെ പ്രധാനപ്പെട്ട വീതികൾ കടന്നു പോകുന്ന ഇപ്പൊ ചാലക്കുടി പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ചാലക്കുടി മെയിൻ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും വലിയ കടകളുണ്ട്. ആ കടകളുടെ മുകളിൽ ചില കടകളുടെ മുകളിലൊക്കെ വലിയ വലിയ ഹോൾഡിംഗ് വെച്ചിട്ടുണ്ട്. വലിയ ഹോൾഡിംഗ്, ഈ പരസ്യത്തിന്റെ വലിയ ബോർഡുകൾ. ആർക്കാണ് അറിയാൻ അതിന്റെ സ്ഥിതി എന്തിട്ടാന്നുള്ളത്? അതിന്റെ സ്ഥിതി എന്താണ്? പണ്ട് ആനമല ജംഗ്ഷനിൽ ഇതുപോലെ ഒരു ബോർഡ് വലിയതായിട്ട് കീറി ആ സാധനം പറന്ന് അവസാനം പത്രത്തിൽ വാർത്തയൊക്കെ വന്നതിന് ശേഷമാണ് അതെടുത്ത് മാറ്റിയത്. ഇതൊക്കെ ഈ കാലവർഷം വരുന്നേക്കാളും മുൻപ് ഇതൊക്കെ ഇതിൽ ഇടപെടൽ നടത്തണം. എന്താണ് ഇതിന്റെയൊക്കെ സ്ഥിതി? റോഡിന്റെ സൈഡുകളിൽ ഇത്ര വലിയ ബോർഡുകളുണ്ടോ? മേൽക്കൂരകളുണ്ടോ? ഇതിന്റെയൊക്കെ സംവിധാനം എന്താണെന്നുള്ളത്, ഇതിന്റെയൊക്കെ സ്ഥിതി എന്താണെന്നുള്ളത്. പണ്ട് കാലവർഷം വന്ന മാതിരി അല്ല ഇപ്പോൾ കാലവർഷം വരണത്. ഇപ്പൊ കാലവർഷം വന്ന കുലമുത്തിയായിട്ടാണ് കാലവർഷം വന്ന അടിച്ച് മുഴുവൻ തെറിപ്പിക്കും. അത്രയേറെ കാറ്റും കോളുമായിട്ടാണ് വരുന്നത്. ഇതിനുള്ള അറിയിപ്പുകളാണ് കാലാവസ്ഥ അറിയിപ്പുകളായിട്ട് കിട്ടുന്നത്. അങ്ങനെയുള്ള അറിയിപ്പുകൾ കിട്ടുമ്പോൾ മാനത്തേക്ക് നോക്കി അമിട്ട് വിട്ട് കുത്തിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? തീർച്ചയായിട്ടും തൃശ്ശൂർ കോർപ്പറേഷന്റെ മുന്നിൽ ഇന്നുണ്ടായ സംഭവം എല്ലാ തദ്ദേശ ഭരണ സംവിധാനങ്ങൾക്കും ഉള്ള ഒരു മുന്നറിയിപ്പാണ്. ഈ പറയുന്ന പ്രധാനപ്പെട്ട നമ്മുടെ പട്ടണങ്ങളിലൊക്കെ വെച്ചിട്ടുള്ള വലിയ ഹോൾഡിങ്ങൾ ഈ സാധനക്കാണ്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ്. ഞാൻ ചാലക്കുടി നഗരസഭ ഞാൻ തന്നെ അത് എത്ര തവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? ചാലക്കുടി നഗരസഭ അതിർത്തിയിൽപ്പെടുന്ന പോട്ട ജംഗ്ഷനിൽ ഒരു മരം വീഴാറായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പൊത്താണ്. പഠിക്കാൻ മറ്റേ തൃശ്ശൂരിൽ നിന്ന് ഏതാ ആളുകളെ കണ്ട് പഠിക്കാൻ പോയിന്ന് ഇത് പൊത്ത് പഠിക്കാനേ അതിനെ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിരുന്നിട്ടേ നിങ്ങൾ ഇങ്ങനെ കാത്തിരുന്നു. ഇതുപോലൊരു ദിവസം ആ സാധനം മറിഞ്ഞു വീഴും കോട്ട ജംഗ്ഷനിലേക്ക്. ആ വീണ് കഴിയുമ്പോൾ അറിയും. അതുകഴിഞ്ഞിട്ട് തനത് ഫണ്ട് എടുക്കാൻ പോയിട്ട് കാര്യമില്ല. ചികിത്സിക്കാനായിട്ട് ആ വീണ് ചാവണവർക്ക് തനത് ഫണ്ട് എടുത്ത് കൊടുക്കുന്നു പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. തനത് ഫണ്ട് ഭരണാധികാരികളായിട്ട് മാറും തനത് ഫണ്ട് മനുഷ്യന്മാര്. ഞാനിത് പറയുന്നത് കാരണം എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അപകടം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം എന്നൊക്കെ ഇപ്പൊ ഈ കോർപ്പറേഷൻ മേയർ പറയാനല്ലേ കാലവർഷം വരുന്നത് വലിയ കാറ്റോട് കൂടിയുള്ള വരവറിയിച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞു കുത്തിരുന്നിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ തനത് ഫണ്ട് എടുത്ത് കൊടുക്കുന്നു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ട ഭരണാധികാരികളെ നിങ്ങൾ ശ്രദ്ധിക്കുക. വരാൻ പോകുന്ന ഈ കാലവർഷം എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കില്ല. നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. ഈ വലിയ മേൽക്കൂരകൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ചില സംഭവങ്ങളുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന സംഭവങ്ങൾ നമ്മൾ ചെയ്യാം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ചാലക്കുടി നഗരസഭയുടെ മുന്നിൽ ഒരു പോർട്ടിക്കോ ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രദ്ധിച്ചു, ഞാനത് ഇപ്പൊ വാർത്ത കണ്ടിട്ട് എനിക്ക് തന്നെ നാണാണ്. അവിടെ നമ്മുടെ ആദരണീയനായിട്ടുള്ള മുന്നത്തെ ചെയർമാൻ ആള് മറ്റേ ഈ ആനക്കൊട്ടിൽ കെട്ടണ പോലെ ഒരു സാധനം ഫ്രണ്ടിൽ കെട്ടി വെച്ചിട്ട് അതിന്റെ അടിയിൽ ഇങ്ങനെ ഷീറ്റൊക്കെ പതിപ്പിച്ചു. ആ ഷീറ്റ് ആളുള്ളപ്പോൾ തന്നെ ആളുടെ കാർമേൽക്ക് തന്നെ 2 പ്രാവശ്യം വീണുണ്ട്. ഇപ്പൊ വീണ്ടും ആ സാധനം വീണുണ്ട്. അത് എന്തോ വലിയ ബാധയേറിയുണ്ട്. അതിന് ശരിയാക്കാൻ പറ്റുന്നതല്ലേ? അല്ലാത്ത സംഭവങ്ങളുണ്ട്. ഇതുപോലത്തെ വലിയ ഹോൾഡിങ്ങുകൾ പട്ടണങ്ങളിലേക്ക് നിൽക്കാനുള്ള സംഭവം. ഇതിന്റെയൊക്കെ സ്ഥിതി എന്താണെന്നുള്ളത് ആ ഉടമസ്ഥരെ കൊണ്ട്, ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥരെ കൊണ്ട് ഈ തദ്ദേശ ഭരണ സംവിധാനങ്ങൾ അന്വേഷിപ്പിക്കുന്ന ഈ സംഭവങ്ങൾ എന്താ കിടക്കണമെന്നുള്ളത്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീണുണ്ടെങ്കിൽ ചതഞ്ഞറിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. തനത് ഫണ്ട് കിട്ടുന്ന പറഞ്ഞിരുന്നിട്ട് യാതൊരു കാര്യമില്ല. തനത് ഫണ്ട് ഇട്ട് കിട്ടലുമില്ല. എല്ലാ തനത് ഇട്ട് നശിച്ചു പോവുകയും ചെയ്യും. അപ്പൊ തൃശ്ശൂർ കോർപ്പറേഷന്റെ മുന്നിലുണ്ടായിരുന്ന ഈ അപകടം കാരണം അവിടെ വ്യാപാരികൾ കൃത്യമായിട്ട് ആ മനുഷ്യനെ അയാളൊരു കസേര മനുഷ്യനായിട്ട് മാറി തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ. ഈ തൂണ്, ഈ മേൽക്കൂരയുടെ ഒരു തൂണ് വീണ് കിടക്കുന്നു. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നില്ല, ഒരു തൂണ് ഇങ്ങനെ വീണ് കിടക്കുന്നു. ആ സാധനം കൃത്യമായിട്ട് പരിഹരിക്കപ്പെടേണ്ട ആരാ കടമയാണ്. ഇപ്പൊ പഠിക്കാൻ പോകുന്നു. അത് ആരാ അങ്ങനെ ചെയ്ത എന്താ സംഭവം ഇനി പഠിക്കാൻ പോകുന്ന പറഞ്ഞ കഷ്ടം. അപ്പൊ പഠനവും തനത് ഫണ്ട് നോക്കാൻ വേണ്ടി കാര്യമില്ല. ചാലക്കുടി പട്ടണത്തിലെ ഭരണാധികാരികളോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, നോക്കുക. കാറ്റ് അതിശക്തമായിട്ട് വീശാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം.